ഇറാൻ യുദ്ധം അവസാന ഘട്ടത്തിലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ അമേരിക്ക വിജയിച്ചു. ഇറാന്റെ 58 യുദ്ധക്കപ്പലുകൾ തകർത്തു. 47 വർഷമായി തുടരുന്ന ദുരിതത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ് ഇറാൻ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. Well, it's only good if you win. You can only do. And we've won. Let me say, we've won. You never like to say too early you won. We won. We won the bet. In the first hour, it was over. We did an excursion. You know what an excursion is? We had to take a little trip to get rid of some evil, very evil people. It should have been done for 47 years. They've been killing our people. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ആ യുദ്ധത്തെ സംബന്ധിച്ച് ട്രംപിന്റെ പരാമർശമാണ് നമ്മളിപ്പോൾ കേട്ടത്. ട്രംപിന്റെ പരാമർശത്തിൽ പറയുന്നത് നേരത്തെ തന്നെ പലതവണ അദ്ദേഹം സൂചിപ്പിച്ച 47 വർഷമായി ലോകരാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും തീരാ ദുരിതമായി തുടരുന്ന ഇസ്ലാമിക ഭരണകൂടത്തെ, ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെയും അതിന്റെ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവത്തെയും എല്ലാം തന്നെ പ്രതിരോധിക്കാൻ ആദ്യ മണിക്കൂറിൽ തന്നെ സാധിച്ചു. അതായത് യുദ്ധം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുടരുന്ന ഒരു രാജ്യത്തെ കൃത്യമായും നിയന്ത്രിക്കുന്നതിനും അതിന്റെ നീക്കങ്ങളെല്ലാം തന്നെ കണിശമായി നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുന്നതിനുമുള്ള നടപടികളിലേക്ക് കാര്യമായി കടക്കാൻ സാധിച്ചു. അധികം താമസിയാതെ തന്നെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന സൂചനയും നൽകുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഒരു അന്തിമ വിജയമായി എന്ന് കരുതുക വയ്യ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും ആദ്യഘട്ടത്തിൽ വൻതോതിൽ വിജയം നേടുകയും ഇനിയും യുദ്ധം തുടരുകയും ചെയ്യും, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി തുടരുകയും ചെയ്യും. നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റൊരു സ്വതന്ത്ര സംവിധാനത്തെ, അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവിധാനത്തെ ഭരണമേൽപ്പിക്കുക എന്ന കൃത്യമായ ഒരു അജണ്ടയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. അതിനുള്ള നീക്കങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുസ്തഫ ഖമേനിയെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് അറിയിച്ചിരുന്നു. പൊതുധാരണയുള്ള ഒരു സംവിധാനത്തെ തെരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഇറാനിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക് റെജീമിന്റെ ഭാഗമായി നടക്കുന്ന സംഭവ വികാസങ്ങളെ എല്ലാം തന്നെ എതിർക്കുന്ന ഒരു നിലപാട് ട്രംപ് കൃത്യമായി സ്വീകരിക്കുകയും ആണവായുധ ശേഖരങ്ങളെ നശിപ്പിക്കുക, അത്തരത്തിലുള്ള യുദ്ധരംഗത്തുള്ള അല്ലെങ്കിൽ സൈനിക നീക്കത്തിന്റെ ഭാഗമായുള്ള നടപടികളെ അതിശക്തമായി തുടരുകയും എല്ലാം ചെയ്തതിന് പിന്നാലെയാണ് ട്രംപ് ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വൻ വിജയം നേടിക്കഴിഞ്ഞു. ഇനിയും ചിലത് ചെയ്യാനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കെൻഡക്കിയിലെ ഒരു പൊതുപരിപാടിയിലാണ് വളരെ ആവേശോജ്വലമായ രീതിയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചത് എന്നതും ഒരു പ്രത്യേകതയാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ യുദ്ധം ഇനിയും കുറച്ചു കാലം കൂടി തുടരുമെന്നും ആ തുടരുന്ന കാലഘട്ടത്തിനുള്ളിൽ അന്തിമ നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇറാനിൽ എന്താണോ അമേരിക്ക ലക്ഷ്യം വെച്ചത്, ഇസ്ലാമിക് റെജീമിനെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തെ കൈവരിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന സൂചനയും ആത്മവിശ്വാസവുമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ശരി ഐസൻ.